തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് വാങ്ങിയ ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയതായി പരാതി. മേലില്ല ഉരുളൻകുന്ന് സ്വദേശിനി വസന്തയാണ് പരാതി നൽകിയത്. ഇവർ ബുധനാഴ്ചയാണ് ശ്വാസമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ക്യാപ്സൂൾ നിർമ്മിച്ച കമ്പനിയിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് ഹെൽത്ത് സർവീസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഷിനു അറിയിച്ചു. ചെറിയ വയറുവേദനയുണ്ട്. ഗുളിക കഴിച്ചിട്ടാണ് ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് വെപ്രാളം വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോഴപ്പോഴും ഞാൻ അതാണ് അവിടെ ഇരിക്കുന്നു പറഞ്ഞു എനിക്ക് ശ്വാസം കിട്ടുന്ന വെപ്രാളം ഇടങ്ങാൻ. സാന്ത്വനയുണ്ട് വിവരങ്ങൾ നൽകാനായി. സാന്ത്വന, ഒരു മരുന്ന് പോലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് സംഭവിച്ചത് ശരിക്കും? തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളികയിലാണ് ഇത്തരത്തിൽ ഒരു മുട്ടുസൂചി കണ്ടു എന്നുള്ള ഒരു പരാതി ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം മേമല ഉരുളുകുന്ന് സ്വദേശിയായ വസന്തയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവർ ബുധനാഴ്ചയാണ് ഈ ആശുപത്രിയിലെത്തി മരുന്ന് വാങ്ങുന്നത്. ഇവർക്ക് ശ്വാസമുട്ടുമായി ബന്ധപ്പെട്ടാണ് ഇവർ ആശുപത്രിയിൽ എത്തുന്നത്. അന്ന് ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ടപ്പോൾ 4 ഗുളിക ഡോക്ടർ കുറിച്ചു കൊടുത്തു. ആ 4 ഗുളികയും ഇതേ ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് തന്നെയാണ് അവർ വാങ്ങി ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇവർ ഈ ഗുളിക കഴിച്ചു. ഇന്ന് രാവിലെ ഈ ഗുളിക കഴിക്കാൻ എടുത്തപ്പോഴാണ് ആ ഗുളികയ്ക്കുള്ളിൽ എന്തോ ഉണ്ട് എന്നൊരു സംശയം ഇവർക്ക് വന്നത്. പിന്നാലെ തന്നെ ആ ഗുളിക തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ നിന്ന് ഈ മുട്ടുസൂചി പോലെ ഒരു വസ്തു കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ തന്നെ ബാക്കിയുള്ള ഗുളികകളും അവർ തുറന്ന് പരിശോധിച്ചു. ആ സമയത്തും ഇത്തരത്തിൽ മുട്ടുസൂചി പോലെയുള്ള വസ്തു അതിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇവർ ഈ DMOയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഹെൽത്ത് സർവീസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഷിനു ഈ വസന്തയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് ഇവര് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. അത് മാത്രവുമല്ല 2 ദിവസം ഇവർ ഈ ഗുളിക കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നം ഈ കഴിച്ച ഗുളികകളിൽ ഈ മുട്ടുസൂചി പോലുള്ള വസ്തു എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് എക്സ്റേ അടക്കമുള്ള പരിശോധനകൾ നടത്തി. പക്ഷെ അതിലൊന്നും തന്നെ നിലവിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് തന്നെ വലിയൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ക്യാപ്സൂൾ നിർമ്മിച്ച കമ്പനിയും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല ഈ ക്യാപ്സ്യൂളിന്റെയും അതുപോലെ തന്നെ മുട്ടുസൂചിയും വിശദ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് കളക്ട് ചെയ്തിട്ടുമുണ്ട്.